ആര്യങ്കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത്. ആര്യങ്കാവ് വേല കഴിയുകയല്ല, ആര്യങ്കാവ് വേല വരാൻ പോവുകയാണ്. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കൊയ്ത്തു കഴിഞ്ഞ വയലേലകളിലൂടെ അണിഞ്ഞൊരുങ്ങിയ കുതിരകളുടെ വരവ് ആരംഭിക്കും. കൂനത്തറയ്ക്കും കവളപ്പാറയ്ക്കും കാരക്കാടിനും മാന്നന്നൂരിനും ഇടയിൽ എങ്ങനെയാണ് ആര്യങ്കാവ് എന്നൊരു പേര് വന്നത് എന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ ആദ്യം കിട്ടിയത് പറയപ്പെട്ട 12 മക്കളിൽ ഏകപെൺതരിയായ കാരക്കൽ മാതാവിൻ്റെ വേറൊരു അവതാരമാണ് ആര്യങ്കാവ് ഭഗവതി എന്നായിരുന്നു. അപ്പോഴും ആര്യങ്കാവ് എന്ന നാമം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിന്നു. വീണ്ടും ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഒരു അംഗരക്ഷകൻ്റെ കഥയിലേക്ക് എത്തപ്പെട്ടത്. വേണാട്ട് രാജാവിൻ്റെ രഹസ്യ സന്ദേശവുമായി മധുരയിലെ പാണ്ഡ്യരാജാവിനെ കാണാൻ പോയ ഒരു അംഗരക്ഷകൻ കൊല്ലം ചെങ്കോട്ട ആര്യങ്കാവ് വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഭഗവതിയെ വിളിക്കുകയും ആര്യങ്കാവ് ഭഗവതി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ് ആ കഥ. അതിൻ്റെ ഫലമായി ഭാരതപ്പുഴയുടെ തീരത്ത് ഇഷ്ടമുള്ളത്ര സ്ഥലം ഏറ്റെടുത്ത് അവിടെ വാണോളാൻ വേണാട്ട് രാജാവ് അനുമതിയും നൽകി. 96 ദേശങ്ങൾക്ക് അധിപനായ കവളപ്പാറ കൊട്ടാരത്തിനുടമയായ മൂപ്പിൽ നായരുടെ കഥ അവിടെ തുടങ്ങുകയാണ്. തൻ്റെ ഉയർച്ചയ്ക്ക് കാരണക്കാരിയായ ഭഗവതിയെ വീണ്ടും കൊല്ലം ആര്യങ്കാവിൽ തന്നെ ചെന്ന് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ കൂടെ കൊണ്ടുവന്ന് തൻ്റെ കൊട്ടാരത്തിന് നേരെ മുന്നിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് കഥ.